പ്രോബ്ലി ഇപ്പം വർക്കിലായിരിക്കും, ലഞ്ച് ബ്രേക്ക് അല്ലെങ്കിൽ ആണ് വീക്കെൻഡ് യു ആർ റിലാക്സിങ്. ഞാനും നിങ്ങൾ സെയിം പൊസിഷനിലായിരുന്നു 5 വർഷം മുന്നേ. ഞാൻ ആ ഒരു സമയത്ത് സ്റ്റുഡൻറ്റ് വിസയിൽ UK വന്നതാണോ. നൗ ഐ എം ഇൻ എ വേ ബെറ്റർ പൊസിഷൻ റണ്ണിങ് മൾട്ടിപ്പിൾ ബിസിനസ്സസ്. ഞാനൊരു പ്രോപ്പർട്ടി ബിസിനസ് തുടങ്ങാൻ നേരത്തെ ഞാനും നിങ്ങളെപ്പോലെ തന്നെ പല കാര്യങ്ങളിലും സ്റ്റക്കായിരുന്നു. എനിക്ക് പറ്റിയ ഒരു 5 മിസ്റ്റേക്സ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. സ്വന്തമായിട്ട് ചെയ്യുന്നതും ഓവർ തിങ്കിങ്ങും, ഈ 2 കാര്യങ്ങളായിരുന്നു എന്നെ ആദ്യം പിടിച്ചു നിർത്തിയത്. അതായത് ഞാൻ ഈ പ്രോപ്പർട്ടിയെ പറ്റി പഠിച്ചു തുടങ്ങാൻ നേരത്തെ ഇനിഷ്യലി ഞാൻ ഗൂഗിള് നോക്കും, എല്ലാവരെയും പോലെ തന്നെ യൂട്യൂബ്, ഗൂഗിള്, ടിക്ടോക്ക്, ഇൻസ്റ്റാഗ്രാം ഇതെല്ലാം നോക്കി ഒരുപാട് കാര്യങ്ങൾ ഇതിപ്പോൾ ആരാ ചെയ്യുന്നതെന്നൊക്കെ നോക്കി ഇഷ്ടംപോലെ കൺസ്യൂം ചെയ്യായിരുന്നു. ഇതെല്ലാം ഇങ്ങനെ കൺസ്യൂം ചെയ്ത് എനിക്കൊരു ഫീലിംഗ് വന്നു, അപ്പോൾ ഞാനെല്ലാം പഠിക്കുന്നുണ്ട്, എനിക്കെല്ലാം അറിയാം, എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. കാരണം നമ്മൾ ഇഷ്ടംപോലെ കൺസ്യൂം ചെയ്യല്ലോ, ഇതൊന്നും നമ്മൾ കേട്ടിട്ടില്ല. ഈ ഇൻഫർമേഷനെല്ലാം കിട്ടി നമ്മളെ ഒരു ഫീലിംഗ് മാത്രമാണ് നമ്മളെല്ലാം പഠിക്കുന്നത് സത്യം പറഞ്ഞാൽ. കാരണം ഇത് കേട്ടു എന്ന് പറഞ്ഞാൽ നത്തിങ്സ് ഗോണ ഹാപ്പൻ. ഇത് കഴിഞ്ഞിട്ട് എനിക്ക് വേറെ സ്റ്റേജ് ഉണ്ടായിരുന്നു. ഞാൻ ഇത് കേട്ട് കഴിഞ്ഞിട്ട് ഞാൻ ആക്ച്വലി ചെയ്യാൻ നോക്കാൻ നേരത്തെ എന്താ വരുന്നത്, നമ്മൾ ലാൻഡ്ലോഡുമായിട്ട് സംസാരിക്കുന്നത്, ഏജൻറ്റോട് സംസാരിക്കുന്നത്. നോട്ട് എവറി വൺ ഡസ് ദിസ്. പല ആൾക്കാർക്കും പേടിയാണ്. പക്ഷെ ഞാനത് ചെയ്തിട്ട് നത്തിങ്സ് ഹാപ്പനിങ്. കാരണം എന്താ, ഞാൻ തന്നെ അത് ചെയ്തെല്ലാം കണ്ടതാണല്ലോ. ഞാൻ ഗൂഗിൾ അത് നോക്കി, യൂട്യൂബ് നോക്കി, ഇൻസ്റ്റാഗ്രാം നോക്കി, ടിക്ടോക്കിൽ നിന്ന് എല്ലാത്തിൽ നിന്നും എടുത്ത് കൺസ്യൂം ചെയ്ത് ഒരുപാട് നോളജ് കിട്ടി എനിക്ക്. എന്നിട്ട് എന്തൊന്നും വർക്കാവാത്ത, ഞാൻ എന്തെങ്കിലും മിസ്സിങ് ആണോ. അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ ആലോചിച്ച് പിന്നെ ഞാൻ ആലോചിച്ചത് ആക്ച്വലി ഈ ഗൂഗിളിലും യൂട്യൂബിലും ഒക്കെ കിടക്കുന്നത് എല്ലാവർക്കും ഉള്ളതല്ലേ. അപ്പം ഞാനത് നോക്കി ചെയ്ത് എനിക്ക് റിസൾട്ട് കിട്ടി, ഒരുപാട് കാശ് കിട്ടുകയാണെങ്കിൽ ദെൻ വൈ നോട്ട് എവറി വൺ. എല്ലാവർക്കും അതങ്ങ് ചെയ്താൽ പോരായിരുന്നു. അപ്പോൾ എന്തുകൊണ്ട് എല്ലാവരും അത് ചെയ്യുന്നില്ല? അപ്പോൾ എനിക്ക് മനസ്സിലായത് സംതിങ് മോർ ടു ഇറ്റ്. ഇത് മാത്രം ചെയ്തിട്ട് കാര്യമില്ല, സംതിങ് എൽസ് ഐ നീഡ് ടു കൺസ്യൂം. അല്ലെങ്കിൽ എനിക്കത് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ ഇത് ചെയ്ത ആരെങ്കിലും എനിക്ക് വേണം. അങ്ങനത്തെ ഒരു തോട്ട് എനിക്ക് അപ്പോഴായിരുന്നു വന്നത്. അപ്പോൾ അത്രയും നാൾ ഞാൻ ആക്ച്വലി ഇങ്ങനെ തിങ്ക് ചെയ്യായിരുന്നു, ഇങ്ങനെ പ്ലാൻ ചെയ്ത് ചെയ്യാമെന്ന് വിചാരിച്ച് ചെയ്തു തുടങ്ങിയപ്പോഴും ഒന്നും കിട്ടുന്നില്ല. കാരണം എന്താ, ഗൂഗിളും യൂട്യൂബും നോക്കിയൊന്നും കിട്ടാൻ പോകുന്നില്ല. ഇതായിരുന്നു എൻ്റെ അവസ്ഥ. അങ്ങനെ റിപ്പീറ്റഡ്ലി ഞാനത് ചെയ്യാൻ നോക്കിയിട്ടും ആക്ച്വലി റിസൾട്ട് ഒന്നും കിട്ടുന്നില്ല. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മളിത് ആക്ച്വലി ഒരു സൈഡ് ഹസ്ൽ പോലെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ സൈഡ് ഹസ്ൽ പോലെ ട്രീറ്റ് ചെയ്യുന്നത് വെച്ചാൽ, ഞാൻ ആക്ച്വലി ആ ഒരു സമയത്ത് ജോലിക്ക് പോകുന്നത്. നമ്മൾ ജോലിക്ക് പോകും, രാവിലെ പോകും, തിരിച്ചു വരുന്നു. അത് കഴിഞ്ഞിട്ട് വൈകിട്ടുള്ള സമയം ഞാൻ കുറച്ച് നേരം നോക്കും, എന്തെങ്കിലും ചെയ്ത് നോക്കും, കിട്ടുന്നില്ല. അപ്പോൾ അത് കഴിഞ്ഞു. ഇതിനകത്ത് പ്രശ്നം പറ്റി എന്താണെന്ന് വെച്ചാൽ, ഇതിപ്പോൾ ഞാൻ ഒരു സൈഡ് ഹസ്ൽ പോലെ ട്രീറ്റ് ചെയ്തത്. അതായത് സമയം കിട്ടുമ്പോൾ ഞാൻ ചെയ്യുന്നത് പോലെ. അപ്പം ഇങ്ങനത്തെ ഒരു സൈക്കിളിൽ ഞാനങ്ങ് പെട്ടുപോയി. അതായത് ജോലിക്ക് പോകുന്നു, തിരിച്ചു വരുന്നു, ട്രൈ ചെയ്യുന്നു, ജോലിക്ക് പോകുന്നു, തിരിച്ചു വരുന്നു, ട്രൈ ചെയ്യുന്നു. ഇതിങ്ങനെ നടന്ന് ഈ ഒരു സൈക്കിളിനകത്ത് ഞാനങ്ങ് പെട്ടുപോയി. അപ്പോൾ ആക്ച്വലി നമ്മളിതൊരു സൈഡ് ഹസ്ൽ പോലെ ട്രീറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് എനിക്ക് പ്രശ്നം പറ്റിയത്. അപ്പോൾ നമ്മളിത് ഇങ്ങനല്ല ചെയ്യേണ്ടത്. ഇതിന് പകരം നമ്മൾ ഇതിന് വേണ്ടി തന്നെ ലിറ്ററലി ടൈം ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ അതായത് ഇപ്പോൾ ജോലി കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിലും അതിനൊരു പ്ലാൻ ഉണ്ടായിരിക്കണം. ഈ ഒരു പ്ലാൻ എന്ന് പറഞ്ഞാൽ, നമ്മൾ എത്ര ലാൻഡ് ലോസിനെ കോൾ ചെയ്യും, എത്ര പ്രോപ്പർട്ടി വ്യൂ ചെയ്യും, എത്ര വ്യൂയിങ്സ് ബുക്ക് ചെയ്യും. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം പ്ലാൻഡ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു സൈക്കിളിനകത്ത് നമ്മൾ പെട്ടുപോകത്തില്ല. സോ ഇത് എനിക്ക് നിങ്ങളൊരു സൈഡ് ഹസ്ൽ പോലെ അല്ല ഇത് ട്രീറ്റ് ചെയ്യാനുള്ളത്. ഇമാജിൻ നിങ്ങൾക്കൊരു ജോബുണ്ട്, യു ഓൾറെഡി ഹാവ് എ ജോബ്. ആ ജോബിന് നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് പോകുന്ന ടൈം നിങ്ങളല്ല ഡിസൈഡ് ചെയ്തത്. എത്ര നേരം ആ ജോബിൽ നിൽക്കണം ഇത് നിങ്ങളല്ല ഡിസൈഡ് ചെയ്തത്, ഇതൊരു കമ്പനി പറയുന്നതാണ്. ആ ടൈം അത്രയും നേരം നിങ്ങൾ അവിടെ കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോഴാണ് മാസാവസാനം ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്കൊരു സാലറി കിട്ടുന്നത്. അപ്പം അത്രയും കാര്യങ്ങൾ പക്കാ പ്ലാൻഡ് ആയിട്ട് രാവിലെ തൊട്ട് വൈകിട്ട് വരെ പ്രോപ്പറായിട്ട് ചെയ്യുമ്പോഴാണ് അറ്റ് ദ എൻഡ് നിങ്ങൾക്കൊരു റിവാർഡ് കിട്ടുന്നത്. ഈ ഒരു ബിസിനസ് ചെയ്യുമ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കണം. ഇതൊരു സൈഡ് ഹസ്ൽ പോലെ ട്രീറ്റ് ചെയ്തിട്ട് കാര്യമില്ല. ഇതിന് പകരം നിങ്ങൾ എല്ലാ ദിവസവും എപ്പം എന്ത് ചെയ്യും എന്നൊരു ക്ലാരിറ്റി, അതായത് നിങ്ങളുടെ ജോബിൽ നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അതേപോലെ ഒരു ക്ലാരിറ്റി ഉണ്ടായിട്ട് കറക്റ്റായിട്ട് വിത്ത് ടൈം സ്കെഡ്യൂൾ നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്താൽ മാത്രമേ ഈ ഒരു സൈഡ് ഹസൽ എന്ന് പറയുന്ന സാധനം ഒരു ബിസിനസ്സായി മാറത്തുള്ളൂ. വൺസ് നിങ്ങൾ ഈ ഒരു സൈഡ് ഹസൽ എന്നുള്ളൊരു ഫോം മാറ്റിയിട്ട് നിങ്ങളൊരു ബിസിനസ് പോലെ ട്രീറ്റ് ചെയ്ത് കഴിയാൻ നേരത്താണ് അഗൈൻ അടുത്ത ഫേസ് ചെയ്യുന്നൊരു പ്രശ്നമാണ്, ഞാൻ ആദ്യം എല്ലാം പഠിച്ച് കഴിയട്ടെ, എല്ലാം പഠിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യാം. നമ്മളൊരു ഡോക്ടർ ആവാൻ പോകുന്നു, അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ ആവാൻ പോകുന്നു. ആ സമയത്ത് നമ്മൾ യൂണിവേഴ്സിറ്റി പോകുന്നു, അല്ലെങ്കിൽ കോളേജിൽ പോകുന്നു. നിങ്ങൾ 4 വർഷം അല്ലെങ്കിൽ 3 വർഷം കംപ്ലീറ്റ് ചെയ്യുന്നു, കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് കിട്ടിയൊരു ജോലി കയറുന്നു. ഇങ്ങനല്ല ബിസിനസ് വർക്കാവുന്നത്. ബിസിനസ് വേറെയാണ്. ബിസിനസ് ചെയ്യാൻ നേരത്തെ ദർ ഈസ് നോ സ്പെസിഫിക് ടൈം. അതായത് വൺസ് ഞാൻ റെഡി ആവട്ടെ, ഗെറ്റിംഗ് റെഡി എന്ന് പറയുന്ന സംഭവം ഇതിനകത്തില്ല. യു ബിക്കം റെഡി ബൈ ആക്ച്വലി ഡൂയിങ് ഇറ്റ്. ഇപ്പം നമ്മൾ ജോലിയൊക്കെ ചെയ്യുന്നത് പോലെയോ അല്ലെങ്കിൽ ഈ ജോലി കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഡിഗ്രി എടുക്കുന്നത് അതേ കണക്ക് ആ ഒരു ഫോമേ അല്ല. ഫൊഗറ്റ് ദാറ്റ്. ഞാനിപ്പോൾ പ്രോപ്പർട്ടി പഠിക്കാൻ വന്നു, ഓക്കെ, ഞാൻ പഠിച്ച് തുടങ്ങട്ടെ. അതായത് ഞാൻ പ്രോപ്പർട്ടി സ്ട്രാറ്റജി പഠിക്കട്ടെ, ടേംസ് പഠിക്കട്ടെ, എങ്ങനെയാണ് ലാൻഡ് ലോഡിനെ കണ്ടുപിടിക്കുന്നത്, ഇങ്ങനെ ഫുള്ള് പഠിച്ചിട്ട് ചെയ്യാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ഒന്നും നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റത്തില്ല. നമുക്കിപ്പം ഓൾമോസ്റ്റ് പ്രോപ്പർട്ടി UK ചെയ്യുന്നതായിട്ട് നിയർലി 130 ക്ലയൻസ് ഉണ്ട് നമ്മുടെ അടുത്ത്, നമ്മൾ അടിയിൽ നിൽക്കുന്നതായിട്ട്. അപ്പം ഇവരിലെല്ലാം പുതിയതായിട്ട് ഇപ്പോൾ ലിറ്ററലി ഇന്നലെ കയറിയ ആൾ വരെ ഉണ്ട്. അപ്പം അവരോട് ഞാൻ പറയുന്നതാണ്, ഞങ്ങളെല്ലാം പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ക്ലാസ്സെല്ലാം അറ്റൻഡ് ചെയ്ത് നമ്മൾ പഠിച്ച് കഴിഞ്ഞിട്ടല്ല. ലിറ്ററലി നിങ്ങൾ ഇന്ന് കയറിയാൽ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വരും പറയും നാളെ തൊട്ട് വ്യൂവിങ്ങിന് പോകണം.
അതിനകത്ത് ഒരു ചോദ്യമില്ല. അപ്പോൾ നമ്മൾ നേരെ അവരങ്ങ് ഫീൽഡിലോട്ട് ഇറക്കുകയാണ്. സോ ഫീൽഡിൽ ഇറങ്ങി കളിച്ച് പഠിക്കുകയാണ്. മനസ്സിലായില്ലേ? ഒബ്വിയസ്ലി പ്രോപ്പർട്ടി കിട്ടത്തില്ല. ദാറ്റ്സ് ഹൗ ഇറ്റ്സ് ഗോണ ബി. എന്തിനാണ് ഇറക്കുന്നതെന്ന് വെച്ചാൽ ചെല്ലാൻ നേരത്തെ ലാൻഡ് ലോഡ്സ് ആണെങ്കിലും ഓരോ ആൾക്കാർ ഓരോന്ന് പറയും. അപ്പോഴത്തേക്ക് എൻ്റെ അടുത്തൊന്ന് പറയും, ഇതിലിങ്ങനെ പറയും, ഞാൻ എന്ത് പറയും? അപ്പോൾ അവർക്കറിയാം ലാൻഡ് ലോഡ്സ് എന്താണ് പറയുന്നത്. അപ്പോൾ ആ ഒബ്ജെക്ഷൻ ഹാൻഡിൽ ചെയ്യുന്നത് കറക്റ്റായിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. സോ യു ഗെറ്റ് ബെറ്റർ ബൈ ആക്ച്വലി ഡൂയിങ് ഇറ്റ്. അല്ലാതെ ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ ഞങ്ങൾ മൊത്തം എല്ലാം പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ ചെല്ലാൻ നേരത്തെ ഇങ്ങനെ ആയിരിക്കത്തില്ല അവരുടെ അപ്രോച്ച്. ചിലപ്പോൾ ഫസ്റ്റ് ലാൻഡ് ലോഡ് തന്നെ എന്നാ പ്രോപ്പർട്ടി എടുത്തോന്ന് പറയും. അപ്പോഴോ എവറിത്തിങ് ഇസ് നോട്ട് ദ സെയിം. സോ നിങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞ് ചെല്ലാൻ നേരത്തെ ഉണ്ടാകുന്ന സിറ്റുവേഷൻ നമ്മൾ പഠിക്കുന്നത് രണ്ടാണ്. തിയറി പ്രാക്ടിക്കൽ രണ്ടാണ്. പക്ഷേ ഡെഫിനറ്റ്ലി കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. സോ സൈഡിൽ കൂടെ പാരലായിട്ട് പഠിക്കുകയും വേണം, പ്രാക്ടിക്കൽ നടന്നുകൊണ്ടിരിക്കണം. അല്ലാതെ എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് പ്രോപ്പർട്ടി വ്യൂ ചെയ്ത് സെക്യൂർ ചെയ്യാമെന്ന് പറഞ്ഞാൽ യു വിൽ നെവർ ബി റെഡി. അതുകൊണ്ട് ഡേ 1 തൊട്ട് യു ആർ ആക്ച്വലി റെഡി എന്നൊരു രീതിയിൽ തന്നെ ആയിരിക്കണം. സോ വെയിറ്റിംഗ് ടു ഗെറ്റ് റെഡി ഇങ്ങനൊരു സംഭവം ബിസിനസ് ചെയ്യുമ്പോഴില്ല, അത് മറന്നു. വൺസ് നിങ്ങൾ റെഡിയായി കഴിഞ്ഞിട്ട് നിങ്ങളൊരു സ്ട്രാറ്റജി പിക്ക് ചെയ്യും. ഇപ്പോൾ ലെറ്റ്സ് സേ നിങ്ങൾ എയർബിഎൻബി ആണ് പിക്ക് ചെയ്യുന്നത് വെച്ചോ. ഈ എയർബിഎൻബി പിക്ക് ചെയ്തിട്ട് അടുത്ത സ്ഥലം കാണുന്നൊരു മിസ്റ്റേക്ക് ആട്ടോ. ഈ എയർബിഎൻബി പിക്ക് ചെയ്തിട്ട് ചെയ്തു തുടങ്ങും കേട്ടോ. ചെയ്ത് തുടങ്ങാൻ നേരത്തെ കുറേ ചെയ്തു എന്ന് നിങ്ങൾക്കൊരു ധാരണ വരും. ചിലപ്പോൾ 5-10 പ്രോപ്പർട്ടി വ്യൂ ചെയ്ത് കാണും. ഇതിനായിരിക്കും നിങ്ങൾ കുറേ, ആ കുറേ അല്ല നമ്മൾ കുറേ, രണ്ടാണ്. അതായത് ഈ കുറേ എന്ന് പറഞ്ഞാൽ ഞാനൊരു ദിവസം 100 വരെ ലിറ്ററലി 100 മേലെ എൻക്വയറീസ് നമ്മൾ ചെയ്യാറുണ്ട്. അതാണ് കുറേ എന്ന് പറയുന്നത്. അത് എവറി ഡേ നമ്മൾ ചെയ്യും. ഈ 5-10 എൻക്വയറി ചെയ്ത് അല്ലെങ്കിൽ 2-3 പ്രോപ്പർട്ടി വ്യൂ ചെയ്യുന്ന പറഞ്ഞാൽ ദാറ്റ്സ് നത്തിങ്. മനസ്സിലായി? അപ്പം നമ്മൾ ഈ എയർബിഎൻബി നിങ്ങൾ ചെയ്യാൻ എക്സാമ്പിൾ വരെയാണ്. എയർബിഎൻബി നിങ്ങൾ പിക്ക് ചെയ്ത് നോക്കി നിങ്ങൾ പറയുന്ന കുറേ അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന രീതിയിൽ നിങ്ങൾ കുറേ വ്യൂയിങ് എല്ലാം നടത്തി എന്ന് വെച്ചോ. ഒരു 2 ആഴ്ച, 1 മാസം, 6 മാസം, ഈ 6 മാസം എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്തിട്ട് ഞാൻ കുറേ ട്രൈ ചെയ്തു, ഞാൻ കുറേ എഫേർട്ട് ഇട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത സ്ട്രാറ്റജി HMOയിലോട്ട് കയറി. അതും കുറേ ചെയ്യും, ഒന്നും ശരിയാവുന്നില്ല, അടുത്ത സ്ട്രാറ്റജി BRR. ഇതിങ്ങനെ ചെയ്താൽ എന്താ പറയുന്നതെന്ന് ഞാൻ പറയാം. ഇതിങ്ങനെ നമ്മൾ ജമ്പ് ചെയ്തുകൊണ്ടേയിരിക്കും. നമുക്കൊരു സ്ട്രാറ്റജി പിക്ക് ചെയ്തിട്ട് അതിൽ നിന്ന് റിസൾട്ട് കിട്ടാതെ അടുത്ത സ്ട്രാറ്റജിയിലോട്ട് ജമ്പ് ചെയ്തുകൊണ്ടിരുന്നാൽ ഒന്നിൽ നിന്നും റിസൾട്ട് കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ ഈ സ്ട്രാറ്റജീസ് ഇങ്ങനെ മാറിക്കൊണ്ടിരുന്നാൽ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആദ്യം ഒരെണ്ണം കാണുന്നത് ഭയങ്കര അടിപൊളിയായിട്ട് കാണും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ അടുത്ത സ്ട്രാറ്റജി പിടിക്കും, അത് അടിപൊളിയായിട്ടാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾ അടുത്തതിലോട്ട് പിടിച്ചത് ഞാൻ പറയാം. വേറൊരാൾ അത് ചെയ്ത അയാൾക്ക് അതിൽ നിന്ന് പൈസ കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരിക്കാം ഇത് ചെയ്യാം. അധികം അടുത്ത ചെയ്തു തുടങ്ങുമ്പോൾ മനസ്സിലാവും കുറേ പണിയെടുക്കണം, ഇത് അത്രയും എനിക്ക് പണിയെടുക്കാൻ വയ്യ, കുറച്ചും കൂടി എളുപ്പമുള്ള എന്താണ് അടുത്ത സ്ട്രാറ്റജി തരണം. അതിനകത്തോട്ട് കയറി അത് കുറേ ചെയ്ത് തുടങ്ങുമ്പോൾ ഇതും കുറേ പണിയണം, അടുത്തിലോട്ട് വരും. ഇതാണ് ഷൈനി ഒബ്ജക്ട്സ് ഉണ്ട് എന്ന് പറയുന്നത്. ഇതേ കണക്ക് തന്നെയാണ് ആൾക്കാർ ഡ്രോപ്പ് ഷിപ്പിംഗ്, ട്രേഡിങ്, ഇങ്ങനെ ഓരോന്ന് മാറിക്കൊണ്ടേയിരിക്കും. മനസ്സിലല്ലേ? എൻ്റെ ഫ്രണ്ട് അത് ചെയ്ത്, ഇവൻ അത് ചെയ്ത്, ഇയാൾക്ക് അതിൽ നിന്ന് പൈസ കിട്ടി, ഈ പൈസ വെച്ച് അയാൾ വീട് വാങ്ങിച്ചു, ഈ പൈസ വെച്ച് അയാൾ കാർ വാങ്ങിച്ചു, ഇങ്ങനെ നിങ്ങൾ കണ്ടുകൊണ്ടേയിരിക്കും. അതെല്ലാം പറയുന്നത് ഇതെല്ലാം ഡിസ്ട്രാക്ഷൻസാണ്. നിങ്ങൾ ഒരൊറ്റ സാധനം, ആ ഒരു ടണൽ വിഷൻ ഒരൊറ്റ കാര്യത്തിലുണ്ടായിരിക്കണം. ഒരു സ്ട്രാറ്റജി. ഇപ്പോൾ പ്രോപ്പർട്ടി പിക്ക് ചെയ്ത് എയർബിഎൻബി ആണെങ്കിൽ എയർബിഎൻബി മാത്രം, ഇതിൽ നിന്ന് പൈസ കിട്ടാതെ അടുത്ത പരിപാടിയിൽ പോകുന്ന കാര്യമില്ല എന്ന രീതിയിൽ ഫിക്സ് ചെയ്ത് വെച്ചേക്കണം. സോ സ്ട്രാറ്റജീസ് ഇങ്ങനെ സ്വിച്ച് ചെയ്ത് കളിക്കുന്നതിന് പകരം ഒരു കാര്യം എടുത്താൽ ഈ എയർബിഎൻബി ഇപ്പോൾ നമ്മളാണെങ്കിൽ നമ്മളിപ്പോൾ ക്ലബിൽ ചെയ്യുന്നത് പുതിയ ആൾ കയറി ആളൊരു സ്ട്രാറ്റജി പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കറൻറ്റ്ലി ആരാണ് ഇപ്പം ആ പുള്ളിക്കാരൻ ഇഷ്ടമുള്ളത് ആ സ്ട്രാറ്റജി വിച്ച് എയർബിഎൻബി ആണെങ്കിൽ അത് ആരാ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ കൂടെ നമ്മൾ കണ്ടാൽ ചെയ്യും. അതിൻ്റെ കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഇവർ പ്രോപ്പർട്ടി ഓൾറെഡി 10, 20, 30 പ്രോപ്പർട്ടീസ് എടുത്ത ആൾക്കാരുണ്ട്. ഇവരുടെ കൂടെ നിൽക്കാൻ നേരത്തെ എന്താണെന്ന് വെച്ചാൽ ഇവർ പ്രോപ്പർട്ടി പോയി കാണുന്നതും വ്യൂ ചെയ്യുന്നതും പ്രോപ്പർട്ടി എടുക്കുന്നതും ബുക്കിംഗ്സ് എടുക്കുന്നതും ക്ലീൻ ചെയ്യുന്നതും ലോണ്ടറി ചെയ്യുന്നതും ചേഞ്ച് ഓവർ ചെയ്യുന്നതും ലിറ്ററലി എവറിത്തിങ് എല്ലാം കാണാൻ പറ്റും. ഗസ്റ്റുമായിട്ട് ഇഷ്യൂ ഉള്ളത് എല്ലാം കാണാൻ പറ്റും. നിങ്ങളത് കണ്ട് പഠിക്കും. അതാണ് എൻ്റെ പ്രത്യേകത. അപ്പോൾ നിങ്ങൾക്കറിയാം ഓക്കെ ഇവരിത് ചെയ്യുന്നുണ്ട്, ഇവർക്ക് ചെയ്താൽ എനിക്കും ചെയ്യാമെന്ന് മനസ്സിലാവും. അല്ലാതെ നിങ്ങൾ സ്വന്തമായിട്ട് ഞാൻ എല്ലാം സ്വന്തമായിട്ട് കണ്ടുപിടിക്കുന്നത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അവിടെ തന്നെ നിൽക്കത്തേ ഉള്ളൂ. നേരത്തെ പറഞ്ഞ നമുക്ക് 1 വർഷമായാലും ലിറ്ററലി ഒന്നും കിട്ടത്തില്ല. സോ ചെയ്ത ആളുടെ കൂടെ നിൽക്കണം. സോ സ്ട്രാറ്റജി സ്വിച്ച് ചെയ്ത് കളിക്കുന്നതിന് പകരം ഒരു സ്ട്രാറ്റജി പിക്ക് ചെയ്ത് അതേ എന്ന് പറഞ്ഞ് അത് ചെയ്യുന്ന ആളുടെ കൂടെ സ്ഥിരം അതേ എന്ന് പറഞ്ഞ് നിന്നാൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് മുന്നോട്ടുള്ള ജേർണി ബ്രൈറ്റർ ആവുന്നത്. നിങ്ങൾ അങ്ങനെ ഒരു സ്ട്രാറ്റജി പിക്ക് ചെയ്തു എന്ന് വെച്ചോ. ഈ പിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നൗ ഇത് ചെയ്യുന്ന ഒരാൾ നിങ്ങളെ കൂടെ ഇല്ല എന്നാണെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ചെയ്യാൻ നേരത്തെ നിങ്ങൾ കുറേ കാര്യങ്ങൾ ചെയ്യാൻ പ്ലാൻ ചെയ്ത് വെക്കും. ആസ് യൂഷ്വൽ ഒറ്റയ്ക്ക് ചെയ്യാത്ത എല്ലാത്തിൽ നിന്നും പെട്ടെന്ന് റിസൾട്ട് കിട്ടത്തില്ല. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ ഇതൊന്നും നടക്കുന്ന കാര്യമില്ല എന്ന് വിചാരിക്കും. അപ്പോൾ ഇവഞ്ച്വലി ബൈ ആസ് ടൈം പാസ് നിങ്ങൾ വിചാരിക്കും ഇത് ചെയ്തിട്ട് കിട്ടുന്നില്ലല്ലോ, പിന്നെ എന്തിനാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇത് ചെയ്യാമെന്ന് പറഞ്ഞ് വെച്ചേക്കുന്ന ആരും ചെയ്യാതിരിക്കാൻ നിങ്ങൾക്ക് തന്നെ ഒരു ടെംപ്റ്റേഷൻ വരും. ഇവഞ്ച്വലി നിങ്ങൾ സ്കിപ്പ് ചെയ്ത് തുടങ്ങും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. സ്കിപ്പ് ചെയ്ത് തുടങ്ങുന്ന നേരത്തെ നിങ്ങൾക്ക് റിസൾട്ട് ഒബ്വിയസ്ലി എന്തായാലും കിട്ടത്തില്ല. കാരണം ചെയ്തുകൊണ്ടിരുന്നാലേ റിസൾട്ട് കിട്ടും. അത് സ്കിപ്പ് ചെയ്ത് തുടങ്ങുമ്പോൾ റിസൾട്ട് കിട്ടാതാവുമ്പോൾ നിങ്ങൾക്ക് സെൽഫായിട്ടുള്ള ട്രസ്റ്റ് നഷ്ടപ്പെട്ടു. ആ സമയത്ത് നിങ്ങൾ വിചാരിക്കും ഒന്നും ചെയ്തിട്ടൊരു കാര്യമില്ല, അല്ലെങ്കിൽ
അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞു വെച്ചാൽ നിങ്ങൾ തന്നെ ചെയ്യാതിരിക്കുന്നത്. ആ സമയത്ത് എന്താ പറ്റുന്ന റിസൾട്ട് കിട്ടാൻ പോകില്ല. കാരണം വോളിയം വേണം, നിർബന്ധമായിട്ട് വോളിയം വേണം. അതേ കണക്ക് നിങ്ങൾ പറഞ്ഞ കാര്യം എല്ലാ ദിവസവും കുറച്ചാണെങ്കിൽ തന്നെയും 1% ബെറ്റർ ആവാൻ വേണ്ടി എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്തേ പറ്റൂ. റിസൾട്ട് കിട്ടാതെ വരാൻ നേരത്തെ നിങ്ങളത് തള്ളിക്കളയും. അവസാനം എന്താ പറ്റുന്ന ഗ്യാരൻറ്റീഡായിട്ട് റിസൾട്ട് കിട്ടത്തില്ല. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാമെന്ന് വിചാരിച്ചാൽ അത് കമ്മിറ്റ് ചെയ്യണം. ഈ കമ്മിറ്റ്മെൻറ്റ് ഉറപ്പ് വരുത്താനാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ്, വിച്ച് ഇസ് ഇത് ഓൾറെഡി ചെയ്യുന്ന ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ, അവരുടെ കൂടെ നിൽക്കുകയാണെങ്കിൽ അവർക്ക് ദേ ആർ ഓൾറെഡി മാനേജിങ് 10 to 20 പ്രോപ്പർട്ടീസ്. അപ്പോൾ അവർക്ക് ദേ ഹാവ് ടു ഡു ദെയർ തിങ്സ്. പൈസ വരാൻ നേരത്തെ നമ്മൾ ചെയ്യാതിരിക്കത്തില്ല. സോ ദേ വിൽ ഡു ദെയർ തിങ്. അവരുടെ കൂടെ നിങ്ങൾ നിൽക്കാൻ നേരത്തെ നിങ്ങൾ കാണും, ഓക്കെ അവർ പ്രോപ്പർട്ടീസ് നോക്കുന്നത്, മാനേജ് ചെയ്യുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പോൾ ലിറ്ററലി എവറി ഡേ നിങ്ങൾ കമ്മിറ്റ് ചെയ്യും. നിങ്ങൾ ജോലിക്ക് പോകുന്ന സമയത്ത് 5 ദിവസം ജോലിക്ക് പോയാൽ മതി. ആഴ്ചയിൽ തോന്നിയ സമയത്ത് പോയി കഴിഞ്ഞാൽ മന്തിൻ്റെ ശമ്പളം കിട്ടുമോ? ഇല്ല, കിട്ടത്തില്ലെന്ന് അറിയാം. അതുകൊണ്ട് നിങ്ങൾ എല്ലാ ദിവസവും കറക്റ്റായിട്ട് ജോലിക്കും. സിക്ക് ലീവ് പോലെ എന്തെങ്കിലും മാത്രമേ എടുക്കാൻ പറ്റൂ, അല്ലാതെ എന്നും എടുക്കാൻ പറ്റത്തില്ല. സോ നിങ്ങൾ മിസ്സായാൽ പൈസ കിട്ടത്തില്ല. സോ ദാറ്റ് സെയിം ഷിയർ ഓഫ് മിസ്സിങ് ഔട്ട് നിങ്ങൾ ഇതേ ബിസിനസ് ചെയ്യുമ്പോഴും ഉണ്ടായിരിക്കണം. എല്ലാ ദിവസവും രാവിലെ ഉറക്കം എഴുന്നേറ്റ് നിങ്ങൾ ജോലിക്ക് പോയിരിക്കും പൈസ കിട്ടാൻ വേണ്ടി. അതേപോലെ ഈ പ്രോപ്പർട്ടി കിട്ടാനായിട്ട് അതേ രീതിയിൽ നിങ്ങൾ കമ്മിറ്റ് ചെയ്താൽ മാത്രമാണ് ആ ഒരു ടൈം ഫ്രെയിമിൽ നിങ്ങൾക്ക് അറ്റ് ദ എൻഡ് നിങ്ങൾക്ക് ആ റിസൾട്ട് എന്തായാലും കിട്ടുന്നത്. നിങ്ങൾ ഈ കാണുന്ന സോഷ്യൽ മീഡിയയിൽ നിന്നും ഗൂഗിളിൽ നിന്നും യൂട്യൂബിൽ നിന്നും എല്ലാം കൺസ്യൂം ചെയ്ത് നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം പഠിച്ചു കഴിയുമ്പോൾ നേരത്തെ പറഞ്ഞവർക്ക് യു തിങ്ക് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇറ്റ്സ് ജസ്റ്റ് നത്തിങ്സ് ഹാപ്പനിങ്, ട്രസ്റ്റ് മീ. നമ്മൾ എന്തെങ്കിലും പഠിച്ചു കഴിഞ്ഞാൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് അതിൽ നിന്ന് റിസൾട്ട് കിട്ടിയാൽ മാത്രമേ അതിന് നോളജ് എന്ന് വിളിക്കാൻ പറ്റൂ. അല്ലെങ്കിൽ യു കാൻ കോൾ ഇറ്റ് നോളജ്. അത് യു ജസ്റ്റ് കൺസ്യൂമിങ് തിങ്സ്. നമ്മൾ എല്ലാ ദിവസവും ഇൻസ്റ്റയിലും യൂട്യൂബിലും കാര്യം ഇങ്ങനെ സ്വൈപ്പ് ചെയ്തുകൊണ്ട് യു കൺസ്യൂമിങ് ടു മച്ച്. അതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? ഇല്ല. അപ്പോൾ അത് ഗുണം അത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് ആ കൺസ്യൂം ചെയ്തത് വാല്യുബിളായി മാറുന്നത്. സെയിം വേ നിങ്ങളൊരു കാര്യം പഠിച്ചു കഴിഞ്ഞ് പ്രോപ്പർട്ടി ആണെങ്കിൽ അത് കണ്ടു കഴിഞ്ഞ് അത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് അതിൽ നിന്ന് റിസൾട്ട് കിട്ടിയാൽ മാത്രമാണ് നമുക്കത് വാല്യുബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ എന്ന് പറയാൻ പറ്റുന്നത്. പക്ഷേ നിങ്ങൾ സ്വന്തമായിട്ട് ഇത് ഇങ്ങനെ ഇരുന്ന് കണ്ടുകൊണ്ടിരുന്നാൽ നത്തിങ്സ് ഹാപ്പനിങ്. നിങ്ങൾ വിചാരിക്കും ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടെന്ന്, പക്ഷേ ട്രസ്റ്റ് മീ നിങ്ങളിങ്ങനെ കാത്തിരിക്കും. ആരും നിങ്ങളെ മേലെ നിന്ന് വന്ന് മാലാഖമാരെന്ന് ഹെൽപ്പ് ചെയ്യാനൊന്നും പോകുന്നില്ല. ട്രസ്റ്റ് മീ, എല്ലാവരും അവരവരുടെ കാര്യം നോക്കി നിൽക്കുന്ന ആൾക്കാരാണ്. നോ വൺസ് ഗോണ കം ആൻഡ് ഹെൽപ്പ് യു. ഈ ഒരു സമയത്ത് നിങ്ങളിങ്ങനെ കൺസ്യൂം ചെയ്തുകൊണ്ട് നിന്ന് ടൈം വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ട്രസ്റ്റ് മീ, നിങ്ങൾ ഏറ്റവും കൂടുതൽ നഷ്ടപ്പെടാൻ പോകുന്നത് നിങ്ങളുടെ സമയമാണ്. ഞാൻ 2 വർഷത്തോളം എനിക്ക് സമയം വേസ്റ്റ് ആയിട്ടുണ്ട് ജസ്റ്റ് ബിക്കോസ് ഓഫ് വൺ റീസൺ. എവറിത്തിങ് ഞാൻ സ്വന്തമായിട്ട് ഫിഗർ ഔട്ട് ചെയ്യും എന്നൊരു ധാരണ. ഇത് എനിക്ക് മാത്രമല്ല, ഈ കാണുന്ന പല ആൾക്കാർക്കുള്ളൊരു ധാരണയാണ്. ഇത് നമ്മൾ റിപ്പീറ്റഡ്ലി സ്വന്തമായിട്ട് അച്ചീവ് ചെയ്യാം, കുറച്ചും കൂടി ട്രൈ ചെയ്യാം എന്ന് പറഞ്ഞ് ട്രൈ ചെയ്തുകൊണ്ടിരുന്നാൽ ട്രസ്റ്റ് മീ ഒരിക്കലും അത് എത്താൻ പോകുന്നില്ല ആ ജേണിയിലേക്ക്. അങ്ങനെ എത്തത്തില്ല, അങ്ങനെ എത്തിയ ഒരാളില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എന്തെങ്കിലും സ്വന്തമായിട്ട് പുസ്തകം നോക്കി പഠിച്ചൊരു ഡോക്ടറെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്തെങ്കിലും സ്വന്തമായിട്ട് ബുക്ക് നോക്കി പഠിച്ചൊരു എഞ്ചിനീയർ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അങ്ങനല്ല. ദാറ്റ്സ് എ സിസ്റ്റം. അതൊരു ഫോളോ ചെയ്തേ പറ്റത്തുള്ളൂ. ഇപ്പം ഇത് ചെയ്യണം, എപ്പോൾ എന്ത് ചെയ്യണം, ഇത് കഴിഞ്ഞ് എന്താ ചെയ്യണം, അങ്ങനൊരു സിസ്റ്റം നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ വന്ന് രക്ഷിക്കാൻ അവിടെ ആരും കാണത്തില്ല. You're probably confused which property strategy to pick. So ബിഗിനേഴ്സിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ മേക്ക് ചെയ്തിട്ടുണ്ട്. പ്രോപ്പർട്ടി സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കുന്ന ആൾക്കാർക്ക് ഏത് സ്ട്രാറ്റജി പിക്ക് ചെയ്യണം എന്ന് ക്ലിയർ ആയിട്ട് ഞാൻ ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന ബിഗിനേഴ്സിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്ട്രാറ്റജീസ് ഈ വീഡിയോ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്താൽ യു ക്യാൻ ചെക്ക് ഇറ്റ് ഔട്ട്.